അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ്. വേറെ മൈൻക്രാഫ്റ്റ് ഉണ്ട്, അത് അതിൻ്റെ കോപ്പിയാണ്. എനിക്കത് കളിക്കാൻ തോന്നുന്നില്ല, അതിനകത്ത് വലിയ മാപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒറിജിനൽ ട്രയൽ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്തപ്പോൾ അതാണ്ട് ഇവിടെ പ്രൊഫഷണൽ, പിന്നെ ഈസി, നോർമൽ, ഹാർഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കാറ് ഏതാണെന്നറിയാമല്ലോ, ഹാർഡ്, ഈസി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ലോഡാവണം. ലോഡായിട്ട് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഒരു എഡിഷൻ മൈൻക്രാഫ്റ്റാണ്, നമുക്ക് പറ്റുമോ നോക്കാം. ലോഡാവാൻ ഒരു 1.5 മിനിറ്റ് എടുക്കുമായിരിക്കും. പറഞ്ഞില്ല പറ്റി ലോഡാവുന്നുണ്ട്. ബ്രേക്ക്, ബ്ലോക്ക്, പിക്കപ്പ്, യൂസറസ്, എന്താണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോഡാവണം. അപ്പോൾ ആവും ഒരു 5 മിനിറ്റ് കഴിയും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ ലൈക്ക് ചെയ്യാത്തവരല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. മറ്റേതിൻ്റെ ഇതിട്ടില്ല ഞാൻ, നമ്മളിപ്പോൾ സിമുലേറ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് ഇട്ടില്ല, അത് ഞാനില്ല, അവിടെ വരെ ഇട്ടുള്ളൂ. മറ്റേ ലോഡിങ് മാപ്പ് വരെ അത് നിങ്ങൾക്ക് കാണാം. ഞാൻ ഒട്ടിക്കുന്നത് അവിടെ എവിടെയും കൊണ്ട് കുത്തതും ഇടിക്കുന്നതുമൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് എളുപ്പം ലോഡാവ്. ലോഡായി വരുമ്പോഴത്തേക്കും നേരം മുളകുമായിരിക്കും. സർവൈവ് അച്ചീവ്മെൻറ്റ്. ഇതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ലോകം. പകല രാത്രിയാണ്, പകലാണോ കുഴപ്പമില്ല, രാത്രിയാണോ മൂഞ്ചും. ഇതിനകത്ത് നമുക്ക് ക്രിയേറ്റീവ് ആവാൻ പറ്റത്തില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഷോടാ ഇവിടെ ഒരു മരോ, വില്ലേജ്. വില്ലേജിൻ്റെ അടുത്ത് തന്നെ നമ്മളൊന്ന് സ്പോണായി. ഇത് പൊട്ടിക്കാൻ പറ്റുമോ? അതെങ്ങനെ അൺലോക്ക് ഗെയിം കണ്ടിന്യൂ ട്രയൽ അത് കൊടുത്തോക്കാം. കണ്ടിന്യൂ ട്രയലായിരുന്നു. ഷോട്ടയ്യ എനിക്കത് വേണം. എന്നിട്ട് ചാടുക, ചാടി വയ്ക്കുക. അപ്പോൾ ഇത്രയും നേരം പൊട്ടിക്കാൻ നമ്മൾ ആരായി? എൻ്റെ ആദ്യത്തെ മൈൻക്രാഫ്റ്റിലെ ഫസ്റ്റിലത്തെ വില്ലേജ് തന്നെ എൻ്റെ മോനെ. സ്പീഡിൽ പോയി ഈ സാധനത്തിൽ ഞെക്കിയാൽ മതി. ഞെക്കി പിടിക്കണമെന്നില്ല, ഞെക്കി കിട്ടാൽ മതി. ലാഗാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഈ മരം വെട്ടാം. അവിടെ എന്ത് ചെയ്യണം? മരത്തിന് മൂടില്ല. അയ്യോ ഒന്നുമില്ല മരമോ. അതെ. എന്നിട്ട് ഇങ്ങോട്ട് നിൽക്കും, ചാടി വയ്ക്കും, മരം വെട്ടാം. വെട്ടിക്കോ. ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. അച്ചീവ്മെൻറ്റ്. ഇനി ഇത് നമുക്ക് കല്ലിൻ്റെ വാളൻ റിസോഴ്സസ് ഒക്കെ ഉണ്ടാക്കണം. അതിന് വലിയ എന്തിനൊക്കെ വേണം. ഇത് നമുക്കിത് വെട്ടാം. ഇതിനെ കുറച്ചൊക്കെ അറിയാം എങ്ങനെ കളിക്കണ്ടെന്നൊക്കെ. അപ്പോൾ ഇത് പിടിച്ച് പൊട്ടിക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നിൽക്കേണ്ട മാവ്. ഇപ്പോൾ തറയെ പോയേനെ. ഓക്കെ, നമുക്കിപ്പോൾ ടോട്ടൽ 7 തടിയായിട്ടുണ്ട്. നമുക്ക് 7 തടി വെച്ച് ന്യൂ റെസിപ്പി അൺലോക്ക്ഡ് വീണ്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ തടിയുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എന്തിട്ട് ചെയ്യും നമ്മൾ? ചടിക്കോ. താഴെ വീഴരുത്. ചാട്. അവിടെ വില്ലേജറൊക്കെ നടക്കുന്നു, നമുക്ക് ട്രേഡ് ചെയ്താലല്ലോ. എൻ്റെ അമ്മോ, ഞാൻ നിരങ്ങി പോരുന്നു. 10 തടിയായിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് നോക്കാം. വേറെ അടുത്തൊക്കെ ബെഡുണ്ട്. നമുക്കിനി ഇവിടെ ഇരുന്നോടെ ക്രാഫ്റ്റ് ചെയ്യുക. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. നമുക്ക് കുറച്ച് തടി വെട്ടുക. തടി വെട്ടി വന്നവനാണ്. തടി വെട്ടം കുറവില്ല, തടി വെട്ടി വന്നതാണ്. ഇത്രയുള്ള തടി തീർന്നായില്ലേ? വെട്ടി നമുക്ക് തീർന്ന തടി. എന്നിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള് അതിന് ആവശ്യമുള്ളൂ. എന്നിട്ട് അത് ഇനി തൊട്ട് ഇതാണ് നമ്മുടെ വീട്. ആക്കണോ വേണോ? വലിയ വെച്ചെങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണോ?
ഇതൊരു നല്ല സ്ഥലം കിട്ടും. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീട് വെച്ചാലോ. ഇവിടെ വെക്കാം നമുക്ക്. കയറുക. എവിടെ വെക്കാം ക്രാഫ്റ്റിങ്? ഇവിടോട്ട് വെക്കാം. ഞെക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കമ്പുണ്ടാക്കണം. 72 കമ്പോ ഇതിനകത്ത് ആകെ 64 ഇല്ലേ പറ്റത്തുള്ളൂ. അതെന്ത് അങ്ങനെ? ഞാൻ 29 അടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു പിക്കാക്സ് മതി. പിക്കാക്സിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് കല്ല് കിട്ടിയിട്ട് വരാം. കല്ല് കിട്ടാൻ ഞാൻ അവിടെ ഒരു സ്ഥലം കണ്ടായിരുന്നു. അതാണ്ടേ വീണ്ടും ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. നമുക്ക് വിശക്കും. ഇങ്ങനെ ഓടി നടക്കാൻ പറ്റത്തില്ല. നമുക്കിനി വിശപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിക്കണം. അയൺ കിട്ടിയിരുന്നെങ്കിൽ അയണാണ്. അപ്പോൾ ഇത് പൊട്ടിക്കുക. അത് പൊട്ടിക്കില്ല. എത്ര കല്ലായി? 19 അല്ല 10 ആയതേ ഉള്ളൂ. ഞാൻ തുളച്ച് ഇപ്പുറത്ത് വന്ന് ഉണ്ടായിരുന്നു. എന്താ വില്ലേജറേ ഹലോ. വടിയെടുത്ത് എന്നിട്ട് എടാ ട്രേഡ് ചെയ്യണം. എനിക്ക് ട്രേഡ് ചെയ്യണം താങ്കളുടെ അടുത്ത്. ട്രേഡ് അജി വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എമറാൾഡ് വരും. ഒരു എമറാൾഡ് കൊടുത്താൽ റെസ്റ്റോറൻറ്റ് ടെസ്റ്റ് വരും. ശേ പോക്കണം അവിടുന്ന് കോപ്പ്. അവരൊന്നും കൊണ്ട് വന്നേക്കും വേണ്ടി. എനിക്കിപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വേണോ? അല്ലെങ്കിൽ ഞാൻ ചത്തു പോകും. പന്നി നമുക്ക് എന്തായാലും കൊണ്ടുനോക്കാം. എന്ത് പന്നി എന്ത് ചെയ്തു? പോണ് യു അവർ പെട്ടുപോയത്. അതെന്തിനും ചത്ത് കിടന്നു. അവിടെ കാണാൻ ചത്ത്. കൊല്ലടാ പന്നിയെ. കൊന്നു കിട്ടി പന്നി. എന്തോരം കഷ്ടപ്പെടാൻ. എന്തായാലും എനിക്കിപ്പോൾ കഷ്ടപ്പെടാൻ വേണ്ട. അതുകൊണ്ട് ഞാൻ ഈ കത്തിക്കുന്നില്ല. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. 14 കല്ലായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ 14 കല്ല് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വില്ലേജ് സോംബി ക്രീപ്പർ. അയ്യോ വില്ലേജറെ ഓടിക്കോ. അയ്യോ എനിക്കില്ല ചാവാം. അയ്യോ നശം പിടിച്ചെടുത്താൽ ഞാൻ വന്ന് സ്പോണായത്. അയ്യോ അതുകൊണ്ട് ഇതിനകത്ത് ക്രീപ്പറും നിൽക്കുന്നു. എന്തോ എടുക്കും. ക്രീപ്പറേ അയ്യാ പൊട്ടല്ലേ. അമ്മോ പണ്ടാറടങ്ങാൻ ക്രീപ്പറെ നിന്റെ പേര് പച്ചക്കൂട്ടൻ എന്താണ്? ഇങ്ങോട്ടിറങ്ങിയോടാ ക്രീപ്പറെ. നീ ആണെങ്കിൽ ഇവിടെ ഇറങ്ങിയോടാ. എന്നെ എങ്ങനെയും തല്ലണം. പിക്കാക്സ് വെച്ചടിച്ചാലേ ഞാൻ അടുത്തോട്ട് ചെല്ലാൻ പറ്റും. അപ്പോഴേ മറ്റേ പൊട്ടിത്തെറിക്കുമല്ലേ ചെയ്യുന്നേ ഓപ്പ്. അയ്യാ പൊട്ടല്. ഇങ്ങോട്ടിറങ്ങിയോടാ ആളാണെങ്കിൽ. അയ്യോ സോറി വില്ലേജറെ. 7 വർഷവും പൊട്ടിയോ കോപ്പ്. എത്തക്കാ ബജ്ജി. ഈ ക്രീപ്പറിനെ കാര്യങ്ങൾ കൊണ്ടുവച്ച് മാങ്ങാണ്ടി. കയറിയപ്പോൾ തന്നെ മൂട് പോയി. ഓപ്പ് കയറിയപ്പോൾ തന്നെ നശിച്ച സമയം. ഓപ്പ് ബെഡിനടുത്തൊക്കെ ആരും ഇതിനകത്ത് കിടക്കാനൊന്നുമില്ല. എന്തായാലും ഇപ്പം എനിക്ക് ശരിയാക്കാനൊന്നും സമയമില്ല. അപ്പം നമുക്ക് കല്ലുകൊണ്ടുള്ള റിസോഴ്സസ് ഉണ്ടാക്കാം. വേണ്ടേ ഒരു ആക്സ്, ഒരു പിക്കാക്സ്,
ഇത്രയും മതി. ആ വീട് പൊട്ടിച്ച് കളഞ്ഞു. വില്ലേജറെ സോറി കേട്ടോ. ആരുടെ വില്ലേജാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആരുടെ വീടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അവിടെ പന്നികളൊക്കെ ഉണ്ട്. പക്ഷേ അതെ രണ്ടിനെയും കൊന്നു കളഞ്ഞു. എൻ്റെ കോഴി അടക്കുന്ന കൊന്ന് എന്ത് ചെയ്തു? തുറക്കുന്ന എവിടെ ആയിരുന്നു? അതായത് തുറക്കുന്ന എവിടെ ആയിരുന്നു? ഞാൻ പെട്ടാ? അതാണ്ടേ ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടോ. എടുക്കെടുക്കെടുക്കെടുക്ക്. സോ ഇതെന്തൊരു ഇപ്പോൾ അയ്യോ രാത്രി രാത്രി ആയി കഴിഞ്ഞാൽ എന്നെക്കാളും വലിയ നീചന്മാരുടെ ലോകം മൈൻക്രാഫ്റ്റ്. അറിയാമല്ലോ നിങ്ങൾക്ക്. കാരണം മൈൻക്രാഫ്റ്റിൻ്റെ ഓക്കെ 2 അടി കൊടുത്തപ്പോൾ അല്ല 2 അടി രാത്രിയായി തുടങ്ങി. ഓടിക്കോ 2 അടി രാത്രിയായി തുടങ്ങി. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി സ്ഥലം മേടിക്കണം. അണ്ണാച്ചി എന്നെ കൂടി കൊണ്ടുപോകണം. കേറ് യു കേറി ഏതെങ്കിലും വീട്ടിൽ കയറിപ്പോ. എൻ്റെ പൊന്നു വില്ലേജറെ ഏതെങ്കിലും വീട്ടിൽ പോ. ഡായിന്ന് കുറച്ച് പന്നികൾ. 2 ബീഫ് കിട്ടി. ബ്രീഫ് എടാ നീ പോലടാ പന്നി. നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. ഞാനാ കിടന്ന് അടി ഉണ്ടാവുന്നു. എൻ്റെ അമ്മൂ. അണ്ണാച്ചി എന്നെ കൂടി കയറ്റണ്ണാച്ചി. വില്ലേജറൊക്കെ കയറി കിടന്നു. ഒന്നെണ്ണിക്കാവോ പ്ലീസ്? വേണ്ട, നമുക്ക് സൈഡിലൊരു ബെഡ് ഇട്ട് കിടന്നു തുടങ്ങാം. നമ്മുടെ ഈ ബെഡുണ്ടല്ലോ. വില്ലേജറൊന്നും തോന്നല്ലേ? ഇവിടെയും പറ്റത്തില്ല. മോൺസ്റ്റേഴ്സ് ഉണ്ട്. എവിടെ മോൺസ്റ്റേഴ്സ്? ഓണ്ട വന്നിരിക്കുന്നു. എനിക്ക് ഫുഡില്ല, എനർജി കുറവാ. എന്ത് പറ്റി? അയ്യോ ഞാൻ വേസ്റ്റ് തിന്നോ? അറിയാതെ തിന്നതാ. കയറിയപ്പോഴൊരു നശിച്ചരം പിടിച്ചൊരു സമയത്താ കയറിയത്. കൊല്ലവനെ. അയ്യോ കോപ്പ് മാങ്ങാണ്ടി. നോക്ക് എൻ്റെ 3 ഹാർട്ടേ ഉള്ളു. കിടന്നുറങ്ങാവോ? മാങ്ങാണ്ടി. വില്ലേജറെ സോറി വില്ലേജറെ. കയറ്. അറിയാതെ വേസ്റ്റ് നിന്ന് വാങ്ങി ഒരു ഓമ്പിയുടെ അടി കിട്ടി. ഏത്തക്ക ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കി അവിടെ ഒന്ന് കണ്ടിട്ടുണ്ടായി. അതിൻ്റെ മേളിൽ എനിക്ക് പോകണമെന്നുണ്ട്. അങ്ങനെയാണ് പറയാം. വില്ലേജറൊന്നും പറ്റിയില്ലല്ലോ. ലാഗ് അടിക്കുന്നു. ഈ വീട് പൊട്ടിച്ച മണ്ണഴുക്ക ക്രീപ്പർ. പോട്ടെ. നിങ്ങൾ 2 കൂളായിട്ടുണ്ട്. അയത്തു. വേസ്റ്റായിരുന്നു. ഞാൻ വിചാരിച്ച് എല്ലാ വേസ്റ്റും എടുത്തോ. എനിക്കിപ്പോൾ മൈനിങ്ങിന് പോകണമെന്നുണ്ട്. മൈനിങ്ങിന് പോകണമെങ്കിൽ നമുക്ക് ഫുഡ് വേണം. ഫുഡിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എൻ്റെ ഫുഡുണ്ടോ? 8 റോ മീറ്റ് ഇരുന്നിട്ടാണ് ഞാൻ ഈ കിടന്ന് കുഞ്ഞാ പറയുന്നത്. വട്ടാണോ നോക്കണം എൻ്റെ ഓക്കെ കഴിച്ച്. മൈനിങ്ങിന് പറ്റിയൊരു സ്ഥലം ഇപ്പോൾ നോക്കണം. മൈനിങ്ങിന് ഏതായാലും ഗുഹയ്ക്കകത്തോട് ചാടിയാലോ? ഗുഹ വേണമെന്നില്ല. എനിക്ക് വയ്യ, റിസ്ക് എടുക്കാൻ വയ്യ. ഇവിടെ തുളയ്ക്കാം.
ഓ കല്ലെത്തി എൻ്റെ അമ്മോ. എന്ത് 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 പിക്കാക്സ് എന്ത് ചെയ്യേ? എൻ്റെ പിക്കാക്സിൻ്റെ ഇത് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. വിട്ട് പോകണം ഗൈസ്. നിങ്ങളിത് സൗണ്ട് കേൾക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ടി വി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടി വിക്കകത്ത് മൈൻക്രാഫ്റ്റിൻ്റെ സോളോ വെനറുടെ വീഡിയോ ആണ് ഓടുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരിക്കുമ്പോൾ ആ സൗണ്ട് വരുന്നത്. അതുകൊണ്ട് ആരും ഒന്നും എല്ലാവരും ക്ഷമിക്കുക. നമ്മുടെ ഈ മൈക്കും വലിയ റൂമൊന്നുമില്ല ഓക്കെ. അപ്പോൾ ഇത് വെട്ടി നമ്മൾ താഴെ വരെ പോകും. ബെഡ്റൂം വരെ പോകുമ്പോൾ ഇതിൽ അയൺ കിട്ടും. ഓ എനിക്കിതാ കിട്ടിയ കോപ്പർ. ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് മാത്രമല്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്തോ സാധനം പേര് മറന്നുപോയി. കോപ്പർ. ഓ കോപ്പറായിരുന്നു. കോപ്പർ പൊട്ടിച്ച് താഴോട്ട് പോകുന്നേ ഉള്ളല്ലോ. ഒരു ഏത്തക്ക ബജ്ജി എനിക്ക് കിട്ടുന്നില്ല. ചേടാ മൈനിങ്ങിന് പോയി അവസാനം ഒന്നുമില്ലാതായി പോവൂ. ന്യൂ റെസിപ്പി വീണ്ടും അൺലോക്ക്ഡ്. അതിൽ ഡയമണ്ട് ഉണ്ടാവുന്ന സാധനമില്ലേ? നമുക്ക് വിളിച്ചു നോക്കാം. ഇച്ചിരി വല്ലതും കാണണം. വല്ല ഗുഹയോ വല്ലതും ഉണ്ടാവണോ? എൻ്റെ ടോർച്ചുണ്ടോ? 4 ടോർച്ചുണ്ട്. ടോർച്ച് കുത്തിയൊക്കെ അത് വെട്ടം കിട്ടത്തില്ല. മറ്റേത് എങ്ങനെയാ മാറുക? ഓ ഞാൻ ആ ടോർച്ച് പൊട്ടിച്ച്. ഇനി ഇതിന്ന് മേലോട്ട് കയറണമല്ലോ. എനർജി തീരാറായി പിക്കാക്സിൻ്റെ. പച്ചക്കേ തിന്നാൻ പറ്റത്തുള്ളൂ. ഇതില്ല. അത് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. മടിയേ. ഇത് ഒരു ഏത്തക്ക എനിക്ക് കിട്ടുന്നില്ല. രാവിലെ കിട്ടി. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ എത്ര അടിയിലോട്ട് നമ്മൾ വന്നു? ഒയ്യോ നമുക്കിപ്പോൾ എന്തോട്ട് കയറിപ്പോവാം? 54 കോബിൾ സ്റ്റോൺ ഉണ്ട്. അതിട്ട് കയറിപ്പോ. ഞാൻ ടോർച്ച് ഇട്ടിരി. എടാ കുത്ര. ഏത്തക്ക ബജ്ജി ക്രിയേറ്റീവ് ആവാൻ പറ്റത്തില്ല. മാങ്ങാണ്ടി. എന്തായാലും നമുക്ക് ഇത് ഇട്ടിട്ട് ഇച്ചിരി സഹിച്ച് മുകളിലോട്ട് പോവുക. അതേ നടക്കത്തുള്ളൂ. എൻ്റെ പിക്കാക്സിൻ്റെ ജീവൻ തീരാറായി. ഇനി 2 കെട്ടുകൂടെ ഉള്ളു. അതിൻ്റെ ഇടയ്ക്ക് വീട്. ഉയ്യോ
നമ്മൾ ഒരുപാട് താഴോട്ട് കുഴിച്ചു വന്നു, എന്നിട്ട് ഒരു ഏത്തക്ക എനിക്ക് കിട്ടിയില്ല. തൂത്തിന് കുഴിച്ചു വന്നു. സത്യം നേരം കുറേ ആയി. പൊട്ടീര് ഓ ആ എൻ്റെ മോനെ മാങ്ങ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ കട്ടവായത്. എത്രത്തോളമായി നമ്മൾ? ഇനി കുറച്ചുകൂടി പോയാൽ മതി. കുറച്ചുകൂടി ഈ കോപ്പർ വെച്ചിട്ട് നമുക്ക് എന്തോ ഉപയോഗം എന്നറിഞ്ഞൂടാ. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എനിക്കിതിനെ പറ്റി വലിയ അറിവുമില്ല, പറഞ്ഞുതരാണെങ്കിൽ നമുക്ക് ആരുമില്ല. ഇവിടെ എന്തോ ഞാൻ പറ്റി കോപ്പർ എടുത്തത്. കല്ല് തീർന്നു. പണ്ടാരം 45 മറ്റേ സാധനമായി അല്ലേ. താഴത്തെ കറുത്ത ഗ്രാവലുണ്ട്, ഡെട്ടുണ്ട്. ഇതിട്ട് കയറി പോകുന്നത് നോക്കട്ടെ. ഇപ്പോഴാണ് ഇങ്ങനെ ട്രിക്ക് മനസ്സിലായി. നമ്മൾ ചാടുമ്പോൾ ഇതി കുത്താതെ സൈഡിൽ കുത്തിയാൽ മതി. അതുപോലെ അടിമോനെ കുത്തി. അയ്യോ ചൂട്. കുത്ത് കുത്ത് കുത്ത്. അതൊന്നും തീർന്നു കിട്ടി. ഇനി 6 ഡെർട്ടുണ്ട്. എത്ര ആയി? നമ്മൾ ഇച്ചിരി കൂടി പോയാൽ മതി. കുറച്ചുകൂടി കേറിക്കോ. ഡെർട്ടും തീർന്നു കിട്ടി. പക്ഷെ എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഞാനതല്ലേ കറുത്ത കല്ല് 45. അതെനിക്ക് വീട് വെക്കാൻ ഉള്ളതാണ്. എനിക്ക് വീട് വെക്കാൻ ഉള്ളത്, അത് ഞാൻ തരത്തില്ല. തീരാറായി. കല്ല് തീർന്നു. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ഗ്രാവലിരിപ്പുണ്ട്, പിന്നെ 2 കല്ലും ഇരിപ്പുണ്ട്. 4 അങ്ങനെ ഗ്രാവലും തീർന്നു. ഇനി മറ്റേ കല്ലുണ്ട്. ഇതുകൂടി തീർന്ന നമ്മൾ മേളിലെത്തി. ഇച്ചിരി കൂടി പോയാൽ മതി. എന്തോ പിക്കാക്സ് എടുക്കും. കോള് കിട്ടിക്കഴിഞ്ഞാൽ അയൺ കിട്ടാൻ എളുപ്പമല്ല. അയൺ കിട്ടുന്നതിന് വരെ എനിക്ക് കോപ്പറാണ് കിട്ടുന്നത്. പൊട്ടിക്കാൻ കിട്ടിയതല്ലേ. ഓസിന് കിട്ടിയ ആസിഡും മേടിക്കണം. പിക്കാക്സ് പൊട്ടി. ടെസ്റ്റ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിരുന്നില്ല, ഭാഗ്യം. എന്നിട്ട് ഇവിടെ ഉണ്ടാക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കും. ഒരു പിക്കാക്സ്. അവിടെ കറുത്ത കല്ല് വെച്ച് പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റൂടോ. ഓക്കെ, അതൊക്കെ പൊട്ടിച്ചെടുക്കുക. പൊട്ടിയിട്ട് ഇഷ്ടം പോലെ കോള് കിട്ടിയാൽ മതി. അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഇപ്രാവശ്യം. അയ്യോ, ഞാൻ മറ്റേ വീട്ടിലിട്ടേക്കോ ബെഡെന്ന് തോന്നുന്നു. അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടോ നോക്കട്ടെ. കണ്ടാൻ വീട്ടിലിട്ടേക്കോ. ഇനിയിപ്പോൾ നിന്ന് രാത്രി ഇറങ്ങുന്ന റിസ്ക്കല്ല. നമ്മൾ റിസ്ക് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ ഇതിനകത്ത് തന്നെ പെട്ടിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഇതിനകത്ത് തന്നെ പെട്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോഴാണെങ്കിലും സോംബിയോ വല്ല സ്കെലിട്ടണോ അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. എനിക്ക് കോപ്പറല്ല വേണ്ടത്, എനിക്ക് അയണെങ്കിലും കിട്ടിയിരുന്ന് കൊള്ളായിരുന്നു. അയണോ എന്തത്. ഡയമണ്ട് തപ്പി അത്രയും താഴെ ചെന്ന്. അവിടെ ചെന്ന പോലെ ഏത്തേക്കില്ല. അപ്പം അത്രയും നേരം കുഴിച്ച് ചെന്ന് നമ്മളാരായി മൊണ്ടൻ. ഏതിലാരും കയറുന്ന അയ്യോ അതാണ്ട് ഇതിൽ കല്ല് കിട്ടി. 6 കല്ല് കിട്ടി. അങ്ങനെ മെസ്സേജ് ഇപ്പോൾ അവിടുന്ന്. ഒന്നും നോക്കണ്ട, ഓടിക്കും. കണ്ടം വഴി ഓടിക്കും. വേണ്ട വില്ലേജ്.
കണ്ടം വഴി ഓടിക്കോ, കണ്ടം വഴി. പോടാ കുരിപ്പേ, എടാ കുരിപ്പേ പോടാ. ഒന്ന് പോടാ. അയ്യോ ചത്ത്. റീസ്പോൺ കൊടുത്തു. മറ്റേ വീട്ടിനകത്ത് നമ്മളൊന്ന് വീണേ. ഇതാവ് ഉറങ്ങ്. ഇത് നാശങ്ങളൊക്കെ ചത്തു പോട്ട് കോപ്പ്. ഒന്ന് പോ. സ്കെലിട്ടൺ കണ്ടില്ല, എന്നെ കണ്ടില്ല. സൈഡിൽ കൂടെ ചാടിപ്പോ. കണ്ണാച്ചി എന്നെയും കൂടി കേട്ടണ്ണാച്ചി. എൻ്റെ സാധനങ്ങൾ എവിടെ ആയിരുന്നു? ഈ സൈഡിലായിട്ടായിരുന്നു. ഞാൻ അടിച്ചു മനപ്പുറം അടിക്കാതെ വേറെ കാര്യം. ഓട്. കണ്ണം വഴിയോട്. എവിടെടാ എൻ്റെ സാധനങ്ങളൊക്കെ? അപ്പുറത്താന്ന് തോന്നുന്നു. നോക്കട്ടെ. മാറ പന്നിക്കുട്ടി. വേണ്ട എൻ്റെ സാധനങ്ങൾ. അച്ചീവ്മെൻ്റ്. എൻ്റെ സാധനങ്ങളെല്ലാം എനിക്ക് തിരിച്ച് കിട്ടിയേ. എൻ്റെ എല്ലാം കിട്ടിയല്ലോ. എൻ്റെ കോപ്പറും വാങ്ങേണ്ടി എല്ലാം കിട്ടിയല്ലോ എനിക്ക്. എൻ്റെ ഫുഡും എല്ലാം കിട്ടിയല്ലോ എനിക്ക്. ഇനി എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇനി എന്തോ ഉള്ളത്? ഇനിയൊന്നുമില്ല നോക്കുമ്പോൾ. ഓക്കെ, 18 കോള് കിട്ടിയിട്ടുണ്ട് നമുക്ക്. 18 കോള് വെച്ചിട്ട് നമുക്കിനി ഇതുണ്ടാക്കണം, ടോർച്ച്. ടോർച്ച് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഗുഹയ്ക്കകത്തോട്ട് ചാടണം. ഗുഹയിൽ ചാടിയതിന് ശേഷം അയ്യോ സ്കെലിട്ടൺ 2 പേര്. പോടാ. അയ്യോ ജസ്റ്റ് മിസ്. നമുക്ക് ഇവിടെ വെക്കുക, ഇങ്ങോട്ട് വെക്കുക. നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ച് ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ടത് എന്തെങ്കിലും. ടോർച്ച് എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത് മറന്നു. 72 ടോർച്ച് ഉണ്ടാക്കാം. എൻ്റെ മോനെ വേറെ എന്താ വേണം? അതൊക്കെ എത്ര ടോർച്ചായിട്ടുണ്ട് നമ്മുടെ? 64 ടോർച്ചായിട്ടുണ്ട് നമ്മുടെ. എനിക്കൊന്നും വേണ്ട. എന്നിട്ട് ഒക്കെ പൊട്ടിച്ച് സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് നമ്മൾ ഈസി അല്ലേ അത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റീവ് ആവാൻ പറ്റുമോ? പൈസ കൊടുക്കണം. അടിമോനെ പൂക്കുറ്റി. കന്യന്മാർ കാണത്തില്ലായിരിക്കും, ഞാൻ അത് ഓഫ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കനും കൂടി കുത്തിയേക്കുക. അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊന്നും നിങ്ങൾക്ക് വരത്തില്ല. ആ ബെല്ലൈക്കൻ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഭാരം വന്ന് കിടക്കും. അപ്പോൾ ഒന്നില്ലേ ബാക്കി പറയുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു ഇതും കൂടി ഇരിക്കുന്നു. അതിനെ കൂടി അങ്ങ് വന്നേക്കാം. വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലും കൂടി ഞെക്കും. അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് വരില്ല. ഞാൻ ഇട്ടിരുന്ന വീഡിയോസ് വരണമെങ്കിൽ നിങ്ങൾ ബെല്ല് ഞെക്കി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം വരും. അപ്പോൾ എന്തായാലും ഒരുപാട് വലിച്ചു നീട്ടി കുഞ്ഞ പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബായ്.